സീരിയൽ നടനായ സിദ്ധാർത്ഥ് പ്രഭു മദ്യലഹരിയിൽ ഓടിച്ച വാഹനമിടിച്ച് പരിക്കുപറ്റിയ വ്യക്തി മരണപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാൽനടയാത്രികനായ 60 വയസ്സ് പ്രായമുള്ള ലോട്ടറി ഉടമയെയാണ് സിദ്ധാർത്ഥ് പ്രഭു ഇടിച്ച വാഹനമിടിച്ച് പരിക്കുപറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. സിദ്ധാർത്ഥിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. നിരവധി പേരാണ് സത്യാവസ്ഥകൾ തിരക്കിക്കൊണ്ട് രംഗത്തെത്തിയത്. ഉപ്പും മുളകും പരമ്പരയിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ നടനാണ് സിദ്ധാർത്ഥ് പ്രഭു. ഇതുവരെയായിട്ടും ഗോസിപ്പ് പേജുകളിലൊന്നും അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടേയില്ലായിരുന്നു. ഇപ്പോഴാണ് മദ്യലഹരിയെ തുടർന്ന് അദ്ദേഹം റോഡിൽ വെച്ച് പ്രശ്നമുണ്ടാക്കുകയും ഒരു കാൽനടയാത്രികനെ വാഹനം ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. ഇപ്പോഴിത് 60 വയസ്സുകാരനായ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത്. നിരവധി പേരാണ് സിദ്ധാർത്ഥ് പ്രഭുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നത്തെ തലമുറ മദ്യലഹരിക്ക് അടിമയാണ് എന്ന് തന്നെയാണ് പൊതുസമൂഹം ചൂണ്ടിക്കാണിക്കുന്നതും. എങ്കിലും അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെയാണ് സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ആരാധകരെല്ലാവരും പറയുന്നത്. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനായിരുന്നു സിദ്ധാർത്ഥ് പ്രഭു. ഡിസംബർ 24-ാം തീയതി ആയിരുന്നു അപകടം സംഭവിച്ചത്. 60 വയസ്സുകാരനായ തങ്കരാജനെയാണ് സിദ്ധാർത്ഥ് പ്രഭു ഇടിച്ചു തെറിപ്പിച്ചത്. ഗുരുതരമായ പരിക്കുകളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇപ്പോൾ ചികിത്സയിൽ ഇരിക്കവേ തന്നെ മരണപ്പെട്ടിരിക്കുകയാണെന്നുള്ള ദുഃഖവാർത്തയാണ് വന്നിരിക്കുന്നത്.